ഞാനിന്നൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അതിനാവശ്യമായിട്ടുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വാട്ടിൻ്റെ 6 ചാനലാണ് നിർമ്മിക്കുന്നത്. നമ്മൾ സിസ്റ്റത്തിന് ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം DC പവർ സപ്ലൈയിൽ നല്ല ഫിൽറ്റർ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു 100 NF കൊണ്ട് അതിൻ്റെ അൺവാണ്ടഡ് ഫ്രീക്വൻസി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യണം. അതിനുശേഷം പവറിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉപയോഗിക്കരുത്. ഇൻപുട്ട് എപ്പോഴും MKT ആക്കണം. 220 150 NF അതെന്താണെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ബാസ് ട്രബിൾ വലിയ ബാസ് വരാത്ത ക്ലാസ് എയിലുള്ള ഏതെങ്കിലും ട്രാൻസിസ്റ്റർ BT മാത്രമേ ഉപയോഗിക്കാവൂ. നല്ല ബാസ് ഉള്ളത് ഉപയോഗിക്കരുത്. സബ് ഊഫർ ഫിൽട്ടർ ഒഴിവാക്കുക. സിസ്റ്റത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ അടുത്തതായി ആവശ്യം വരുന്നത് ഇൻപുട്ട് സെക്ഷനിൽ ബഫർ നോൺ ഇൻവെർട്ടർ വോൾട്ടേജ് ഫോളോവർ ബഫർ നമ്മൾ ഉപയോഗിക്കണം. അത് അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കമ്പ്യൂട്ടറിൽ വോളിയം കൺട്രോൾ അനലോഗാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സിഗ്നൽ ക്ലാഷ് ആയി പോകും. പിന്നെ സിസ്റ്റത്തിൽ ഞാൻ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് അത്ര നല്ല പെർഫോമൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. റിയൽ ടെക്കിന് അത് അത്ര മാച്ചല്ല. അനലോഗാണ് എപ്പോഴും നല്ലത്. ഇവിടെ 4700ൻ്റെ 4 കപ്പാസിറ്റർ 25 വോൾട്ടും 12 വോൾട്ട് 5 ആമ്പിയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സബ് ഊഫർ ഫിൽട്ടർ ഉപയോഗിക്കാത്തതിന് കാരണം റിയൽ ടെക്കിൻ്റെ എല്ലാ ഫങ്ഷനിലും സബ് ഊഫർ ഫിൽട്ടർ ഓട്ടോമാറ്റിക്കാണ്. ഇതുപോലെ നമ്മുടെ മാനുവൽ ഫിൽട്ടർ പോലുള്ള വൃത്തികെട്ട ഒരു സൗണ്ടൊന്നുമില്ല. നല്ല ഒരു പഞ്ചാണ് ഇതിന് വരുന്നത്. അതുകൊണ്ടാണ് സബ് ഊഫർ ഫിൽട്ടർ ഉപയോഗിക്കാത്തത്. പിന്നെ MKT ആയിരിക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫെല്ലാം ഹെവി വെയ്റ്റ് പഞ്ചുള്ള ഗ്രാഫുകളാണ്. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചില ICക്കൊന്നും അതിനുള്ള കഴിവില്ല. കാരണം 32 ഹെർട്സ് മുതൽ ഏകദേശം 22K വരെ ആയിരിക്കും അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു 3/4 ഭാഗമെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ MKT 150 NF 100 NF ഒക്കെ ഇട്ട് കഴിഞ്ഞാലേ അതിന് കഴിയുള്ളൂ. സറൗണ്ട് പോലും നല്ല എഫക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് MKT ഉപയോഗിക്കുന്നത്. പവറിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് SMPSലും നമ്മുടെ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിലും ആയതുകൊണ്ട് ഇതിൽ നിന്ന് വരുന്നൊരു ഫ്രീക്വൻസി ഉണ്ട്. അത് ഈ പവറിൽ സ്റ്റോർ ആകും. അപ്പോൾ വോളിയം കൂട്ടുന്നതനുസരിച്ച് സ്പീക്കറിൽ പൊട്ടുന്ന പോലെ സൗണ്ട് കേൾക്കും. നിങ്ങൾക്കറിയാം, ഹോം തിയേറ്ററിൽ അതായത് മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതിന് ശേഷം അത് നമ്മൾ വോളിയം കൂട്ടുമ്പോഴത്തേക്കും സബ് ഊഫറും ചാനലും എല്ലാം പൊട്ടുന്ന പോലെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇത് പവറിൽ ഇതുപോലെ കപ്പാസിറ്റർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ പവർ സപ്ലൈയിൽ കപ്പാസിറ്റർ കൊടുത്തതിന് ശേഷം 100 NF കൊടുത്ത് എൻഡ് ചെയ്യണം. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് തീരും. പിന്നെ പ്രോപ്പർ ഗ്രൗണ്ട് ഒരു പ്രാവശ്യം മാത്രം ഗ്രൗണ്ട് കൊടുത്താൽ പറ്റില്ല. അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഒരു 4 പ്രാവശ്യമെങ്കിലും ഗ്രൗണ്ട് കൊണ്ടുവന്ന് പവറിലേക്ക് കണക്ട് ചെയ്ത് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ സെൻട്രൽ ടാപ്പിൽ നിന്ന് വരുന്നത് പവർ സപ്ലൈയിൽ മാത്രം കൊടുക്കുക. പിന്നീട് ആ സെൻട്രൽ ടാപ്പ് സൈഡിൽ നിന്ന് ഒരിക്കലും ബോഡിയിൽ എർത്തോ പവറിലോട്ടോ സിഗ്നൽ സെക്ഷനിലോട്ടോ ബാസ് ട്രബിളിലോട്ടോ ഒരിക്കലും കൊണ്ടുവരരുത്. അത് അവിടെ തന്നെ തീരണം. പിന്നെ ഗ്രൗണ്ട് എങ്ങനെ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പവറിൽ വന്നതിന് ശേഷം അതിൽ നിന്നെടുത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ സിസ്റ്റത്തിന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ചെയ്ത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ.